മൗനം തുടരുകയാണ് സൂപ്പർ താരങ്ങൾ. ഈ മാസം 17-നാണ് മമ്മൂട്ടിയും മോഹൻലാലും സമൂഹ മാധ്യമങ്ങളിൽ അവസാനമായി ഒരു പോസ്റ്റ് ഇട്ടത്. നിലപാട് പ്രഖ്യാപിക്കാത്തതിനാൽ കടുത്ത വിമർശനമാണ് ഇരുവർക്കുമെതിരെ ഉയരുന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, അപ്ഡേറ്റുകൾ അപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന 19-ാം തീയതിക്ക് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട എന്ന ഒരു തീരുമാനം അവരങ്ങ് എടുത്തതാണോ? അവരും കാണുന്നുണ്ടാകില്ലേ നടക്കുന്ന ചർച്ചകൾ, അവർക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, അതൊക്കെ? എന്താണെന്ന് മനസ്സിലാകുന്നില്ല സുജയ. ഓഗസ്റ്റ് 19-നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിലും റിപ്പോർട്ട് ഉടൻ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ദിവസം മുതൽ തന്നെ രണ്ടുപേരും ഇൻസ്റ്റഗ്രാമെന്നും ഫേസ്ബുക്കെന്നും മുങ്ങിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 17-നാണ് ഫേസ്ബുക്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഓരോ പോസ്റ്റുകൾ ഇട്ടത്. അതിനുശേഷം 11 ദിവസം പിന്നിടുകയാണ്. ഈ 11 ദിവസത്തെ ഇടവേള മോഹൻലാലിനും മമ്മൂട്ടിക്കും സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഓഗസ്റ്റ് 16-നും 15-നും ഒക്കെ നോക്കിയാൽ മോഹൻലാലിൻ്റെ 3-4 പോസ്റ്റുകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യുകയും ചെയ്ത്. രണ്ടു പേർക്കും ദശലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. 72 ലക്ഷം ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിൽ മോഹൻലാലിനുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മോഹൻലാലിന് 59 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിക്കും ഏതാണ്ട് അതിനടുത്ത് തന്നെ ഉണ്ട്. 51 ലക്ഷം ഫേസ്ബുക്കിലും ഏതാണ്ട് 49 ലക്ഷം ഇൻസ്റ്റഗ്രാമിലും ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ആരാധകരെ എല്ലാം നിരാശരാക്കിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു എന്ന തരംഗമുണ്ടായപ്പോൾ തീർത്തും മിണ്ടാതായത്. നിലപാടില്ല എന്ന് മാത്രമല്ല, സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്ററുകൾ പോലും ഇപ്പോൾ കാണാറില്ല. അവരുടെ പോസ്റ്റുകൾ മാത്രമല്ല, അവരുടെ സുഹൃത്തുക്കളേതായി ഇറങ്ങുന്ന പോസ്റ്റുകളെല്ലാം അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ സജീവമായി അവർ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടെയെങ്കിലും അവരുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോസും ആരാധകർക്ക് വേണ്ടി ഷെയർ ചെയ്യാറുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 17-ന് ശേഷം ഫേസ്ബുക്കിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നാൽ ഇൻസ്റ്റഗ്രാമിൽ മോഹൻലാലും 17-ാം തീയതിയാണ് അവസാനമായി പോസ്റ്റ് ചെയ്തത്. പക്ഷേ മമ്മൂട്ടി ഇൻസ്റ്റഗ്രാമിൽ 3 ദിവസം മുന്നേ നിർത്തി. ഏതാണ്ട് ഓഗസ്റ്റ് 14-നെങ്ങാനുമാണ് അവസാനത്തെ പോസ്റ്റ് ഉള്ളത്. മാത്രമല്ല സുജിയ, ഇതിനിപ്പോൾ കൗതുകമായിട്ടുള്ള കാര്യം അവരിട്ട പോസ്റ്റുകളിൽ, അവസാനമിട്ട പോസ്റ്റുകളിൽ 17-ാം തീയതിയാണ് മോഹൻലാലിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ അവസാനത്തെ പോസ്റ്റ്. അതിനു മുൻപാണ് മമ്മൂട്ടിയുടെ പോസ്റ്റ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ അവസാനമിട്ട പോസ്റ്റ് താഴെ കമൻറ്റുകളുടെ ഒരു ആഘോഷമുണ്ട്. ലാൽ സാറിൻ്റെ പനിമാറിയോ, നെക്സ്റ്റ് ബോംബ് ഈസ് ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഞ്ഞി എടുക്കട്ടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതാണ് സുജി, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഓഗസ്റ്റ് 17-ന് രണ്ടുപേരും ഫേസ്ബുക്കിൽ ഇട്ടതിൻ്റെ ന്യൂവസ്റ്റ് കമൻറ്റുകൾ നമുക്ക് നോക്കിയാൽ കാണാം. ആ സമയത്ത് ആരാധകരെ ഒന്നും ഈ അവസാന കമൻറ്റുകളിൽ കാണാനില്ല. ഏറ്റവും അവസാനം 10 മിനിറ്റിനുള്ളിൽ വരെ വന്നു നിൽക്കുന്ന കമൻറ്റുകളെല്ലാം രണ്ട് സൂപ്പർ താരങ്ങളെയും വളരെ നിശിതമായ രീതിയിൽ വിമർശിക്കുകയാണ്. അതായത് ഇത്ര സജീവമായ ചർച്ച സിനിമാ ലോകത്ത് നടക്കുമ്പോഴും വളരെ ചെറുപ്പം മുതൽ തന്നെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടാളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവർ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് ആരാധകരിൽ ആകെ ഒരു വേവലാതിയും വെപ്രാളവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കമൻറ്റുകളിൽ വ്യക്തമാണ്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും ഈ താരരാജാക്കന്മാർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരാശരാണ് എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന കമൻറ്റുകളിൽ വ്യക്തമാകുന്നത്. പറഞ്ഞപ്പോഴാണ് നടൻ മമ്മൂട്ടിയോടാണ് ഈ കൂട്ടരാജിക്ക് മുൻപേ മോഹൻലാൽ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് മമ്മൂക്കയും ഒന്നും മിണ്ടുന്നില്ല. ഓഗസ്റ്റ് 17-ന് ചിങ്ങം ഒന്നായിരുന്നു. അപ്പോൾ പുതുവർഷം ആശംസിച്ചതാണ്. അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേപ്പറ്റിയൊക്കെ അദ്ദേഹം മൗനം തുടരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെ ചോദിക്കുന്നുണ്ട്, മമ്മൂക്ക ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. മിണ്ടാതിരിക്കുന്നത് ഈ വിഷയത്തിൽ അത്ര നല്ല കാര്യമല്ല. AMMA കൂട്ടരാജി നടന്നു, എന്നിട്ടും താങ്കൾക്കൊന്നും പറയാനില്ലേ? താങ്കളിൽ നിന്ന് ആളുകൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ചിലർ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുന്നു പറഞ്ഞ് കൊറിന്ത്യറിലെ വചനമൊക്കെ ചിലർ വന്ന് കമൻറ്റായി ഇടുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ അവസാന പോസ്റ്റിന് താഴെ. സംസാരശേഷി നഷ്ടപ്പെട്ട ആളുകൾ പ്രാർത്ഥനാ സഹായം തേടുന്നു എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ കമൻറ്റുകളാണ്. ആളുകളുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളിൽ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ കാണുകയാണ് പ്രസാദ്.
സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുജയ. കാരണം കഴിഞ്ഞ നാളുകളിലെല്ലാം മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും സാമൂഹിക പ്രസക്തമായ എല്ലാ വിഷയങ്ങളോടും അവർ വളരെ കൃത്യമായി പ്രതികരിക്കുന്നവരാണ്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നവരാണ് രണ്ടുപേരും. അത് വയനാട് ദുരന്തമായാലും ശരി, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങളായാലും ശരി, മറ്റേതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളായാലും ശരി, അതിലെല്ലാം കൃത്യമായി നിലപാട് പറയുന്നവരാണ് രണ്ടുപേരും. മാത്രമല്ല സുജയ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ രണ്ടുപേരും പറയുന്ന കാര്യം സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കും എന്ന കാര്യം വളരെ വ്യക്തവുമാണ്. കാരണം ഈ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരു നിശ്ചിത ശതമാനം ആളുകൾ ഇവർ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കാൻ പ്രാപ്തരായിട്ടുള്ള അവരുടെ ഫാൻ ഗ്രൂപ്പുകൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരമൊരു വിഷയം സിനിമാ മേഖലയിൽ ഉണ്ടാകുമ്പോൾ അവർ രണ്ടുപേരും നിലപാട് പറയുക എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ കടുത്ത വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സുജയ, വായിച്ചത് കൂടാതെ നമുക്ക് വായിക്കാൻ പറ്റാത്ത, മുഖമില്ലാത്ത ആളുകൾ എഴുതിയ ഒരുപാട് കമൻറ്റുകളും ഉണ്ട് എന്നുള്ളത് അത് പരിശോധിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനിടയിലും വളരെ കൃത്യമായി സർഗാത്മകമായ രീതിയിലുള്ള വിമർശനങ്ങളും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഓഗസ്റ്റ് 17 കഴിഞ്ഞ് സുജയ, 11 ദിവസം കഴിഞ്ഞു. 19-നാണ് റോഷിപ്പാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടറിലൂടെ പുറത്തുവിട്ടത്. അതിനു മുമ്പ് തന്നെ അവർ തയ്യാറായിരുന്നു. അതായത് അതിന് മുമ്പുള്ള ശനിയാഴ്ചയാണ് അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും രണ്ടുപേരുടേതുമായി ഉള്ളത്. അതിനു മുമ്പ് തന്നെ, മോഹൻലാൽ AMM എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജിയിലേക്ക് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലാണ് അദ്ദേഹം അയച്ച സന്ദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിലും എല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം തുടരുന്ന മൗനം, അതായത് സംഘടനയുടെ ഭാഗമാകുമ്പോൾ, സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സംഘടനയുടേതായ ഒരു നിലപാടെടുക്കണം, അല്ല എങ്കിൽ എല്ലാവർക്കും ചേരുന്ന ഒരു അഭിപ്രായം പറയണം. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബാധ്യത പോലും അദ്ദേഹത്തിന് മുന്നിലില്ല. അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടൻ എന്ന രീതിയിൽ രണ്ടുപേർക്കും പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. അതും ആ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ തന്നെ സഹപ്രവർത്തകരായിരുന്ന പല ആളുകളും ആരോപണ വിധേയരായി നിൽക്കുകയാണ്. പ്രതികരിക്കുക എന്നുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഇവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണുള്ളത്? സുരേഷ് ഗോപിയെ താരസംഘടനയുടെ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ ചെന്നപ്പോൾ ഇക്കാര്യത്തിൽ കോടതി പറയട്ടെ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് എന്ന് അറിയണമല്ലോ. പ്രത്യേകിച്ച് മുകേഷ് ഈ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ? ഇത്രയും ആരോപണം ഉയർന്നു നിൽക്കുകയല്ലേ? ആ ചോദ്യത്തിനെങ്കിലും അവർ മറുപടി നൽകേണ്ടതല്ലേ? അവരുടെ സുഹൃത്തല്ലേ? അവരുടെ ഒപ്പം പ്രവർത്തിച്ച താരമല്ലേ രണ്ടുപേരുടെയും? എല്ലാവർക്കും ഇപ്പോൾ മാധ്യമങ്ങളോട് വലിയ ദേഷ്യമാണ് സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നലെ തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയാണ് സുരേഷ് ഗോപി. മുകേഷ് ആണെങ്കിൽ 2 ദിവസമായി മുങ്ങിയിരിക്കുകയാണ്, മാധ്യമങ്ങളുടെ മുന്നിലില്ല. വിളിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ദേഷ്യത്തോടെ അനുയായികൾ സംസാരിക്കുന്നു. ജയസൂര്യയെ കാണാനില്ല, ദിലീപിനെ കാണാനില്ല, പൃഥ്വിരാജ് മാത്രമാണ് അതിനിടയ്ക്ക് വന്ന് ഒന്ന് സംസാരിച്ച് തിരിച്ചു പോയത്. ആരെയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ജഗദീഷിൻ്റെ പിറകെ നമ്മൾ നടക്കുകയാണ്. ചുരുക്കത്തിൽ ഈ സംഭവത്തിന് ശേഷം ആരെയും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മുന്നിൽ കിട്ടിയ സമയത്ത് ഈ കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയും ചെയ്തു. മമ്മൂട്ടിയും മോഹൻലാലുമാണെങ്കിൽ മിണ്ടുന്നില്ല. നേരത്തെ സുജയ പറഞ്ഞതുപോലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പ്രതികരിക്കാനുള്ള വിമുഖതയാണെങ്കിൽ എന്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിന് ശേഷവും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് ചോദിക്കേണ്ട ചോദ്യവും തന്നെയാണ്. പ്രതികരിക്കുക എന്നുള്ളത് അവരുടെ സൗകര്യമാണെങ്കിൽ കൂടിയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ കാലങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഈ 2 മഹാനടന്മാരും മിണ്ടുന്നില്ല. മുകേഷ് മിണ്ടുന്നില്ല. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ അടിക്കാൻ കയ്യോങ്ങുന്നു. മറ്റ് നടന്മാരെ കാണുന്നില്ല. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ തീർച്ചയായും ഇവർ തന്നെ സമൂഹവുമായി സംവദിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സംവാദനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം സുജയ. ഓക്കെ, സോഷ്യൽ മീഡിയ പേജുകൾ പോലും പൂട്ടിയിരിക്കുകയാണ്. ആരാധകർ കാത്തിരിക്കുന്നു, പ്രിയപ്പെട്ട താരങ്ങളെ നിങ്ങൾ മടങ്ങി വരൂ പെട്ടെന്ന് എന്ന് മാത്രമേ നമുക്കും അവരോട് പറയാൻ കഴിയുകയുള്ളൂ. സിനിമകളിലൂടെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ, സിനിമാ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ, അവരുടെ അഭിപ്രായം സ്വാഭാവികമായും പ്രതീക്ഷിക്കുകയും ചെയ്യുമല്ലോ.